ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം പാർട്ട് 3. ഈ ചാപ്റ്റർ ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതിലേക്ക് സ്വാഗതം. സായുധ വഴിയിലെ പോരാട്ടം. സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമരരീതിക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിന്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിച്ചതുമാണ് വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാകുകയും ചെയ്തു. അപ്പോൾ സായുധ വഴിയിലെ പോരാട്ടം, അതായത് അഹിംസാ മാർഗം പോയിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യര് കുറച്ച് യുവാക്കള് വിപ്ലവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രൂപീകരിച്ച ഒരു അസോസിയേഷനാണ് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA 1924 രൂപീകരിച്ചത്. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ആഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുൾ ഖാൻ, രാജേന്ദ്ര ലോഹരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ വിധിച്ചു. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA രൂപീകരിച്ചു. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവർത്തികളായിരുന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ ധീരവിപ്ലവകാരികളെ വിവിധ കേസുകളിൽ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 31 തൂക്കിലേറ്റി. ഇപ്പൊ കാക്കോരി സംഭവം എന്താണെന്നറിയാവോ? ഇപ്പൊ ഇത് ആദ്യം വായിച്ചപ്പോൾ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ ട്രെയിൻ തടഞ്ഞ് റെയിൽവേ പണം കവർച്ച ചെയ്തു. കാക്കോരി സംഭവം നടന്ന ദിവസം 1925 ഓഗസ്റ്റ് 9. കാക്കോരി സംഭവം നടന്ന 1925 ഓഗസ്റ്റ് 9. ഈ കാക്കോരി സംഭവത്തെ തുടർന്ന് ശിക്ഷ വിധിച്ച ആൾക്കാർക്കാണ് ശിക്ഷ കൊടുത്തത്. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുൾ ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നെ HSRA എന്താണെന്നറിയാവോ? HSRA എന്ന് പറഞ്ഞാൽ കാക്കോരി സംഭവത്തെ തുടർന്നുള്ള തിരിച്ചടികൾക്ക് ശേഷം വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. 1928 ഭഗത് സിംഗും കൂട്ടരും കൂടി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതായത് HSRA രൂപീകരിച്ചു. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തനം എന്തായിരുന്നു എന്ന് വെച്ചാൽ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു.
കേന്ദ്ര നിയമസഭയിലേക്ക് ബോംബ് എറിഞ്ഞു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ വിപ്ലവകാരികളെ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവ വിപ്ലവകാരികളെ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-ന്. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചീറ്റാഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രതിലത വാദേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ ഇതിൽ പ്രതികളായിരുന്നു. അപ്പോൾ ബംഗാളിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ, അതായത് ബംഗാളിലും വിപ്ലവ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അപ്പം ചീറ്റാഗോങ് ആയുധപ്പുര ആക്രമണം, അതെന്താ? സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റാഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. അതാണ് ചീറ്റാഗോങ് ആയുധപ്പുര ആക്രമണം. അതിൽ വനിതാ വിപ്ലവകാരികളും ഉണ്ടായിരുന്നു. അതിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയ നേടിയ കാലത്ത് പ്രതിലിത വാദേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ, നേതൃത്വം നടത്തിയിരുന്ന ആൾക്കാർ. അടുത്തത് ഭഗത് സിംഗിന്റെ ആഹ്വാനം. 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയാണ് പ്രവർത്തിച്ചത്, എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകര പ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നാൾ ഒഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടങ്ങളെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഭഗത് സിംഗിൻ്റെ ആഹ്വാനം 1931 ആയിരുന്നേ. അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് CSP, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ CSPയുടെ ഫുൾ ഫോം എന്താണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. എന്താണ്? 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നാണ് CSP രൂപീകരിച്ചത്. CSPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ജയപ്രകാശ് നാരായൺ. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയായിരുന്നു. കർഷകരുടെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ പാർട്ടിക്ക് കഴിയുകയും ചെയ്തു. കമലാദേവി ചതോപാധ്യായ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSBയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവുണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. കമലാദേവി ചതോപാധ്യായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആദ്യം മുതലുണ്ടായിരുന്ന വ്യക്തിയാട്ടോ.
കർഷക മുന്നേറ്റങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. താഴെ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു: അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. 1936ൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1940കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കുന്നതിന് സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. പിൽക്കാലത്ത് കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരം, ആന്ധ്രയിലെ തെലുങ്കാന സമരം തുടങ്ങിയവ. അപ്പോൾ കർഷക മുന്നേറ്റങ്ങളിലേക്ക് നമ്മളെ നയിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. കർഷകർ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. അതിനെ തുടർന്ന് കർഷക സംഘടനകൾ രൂപം കൊണ്ടു. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് സംഘടിച്ചു തുടങ്ങി. ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് ഐക്യപ്രസ്ഥാനം. ഐക്യപ്രസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം അറിയപ്പെടുന്നത് ഐക്യപ്രസ്ഥാനം. 1936ൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1936ൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചതെന്ന 1936ൽ കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു അത്. 1940കളിലെ കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലെത്താൻ സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരം, ആന്ധ്രയിലെ തെലുങ്കാന സമരം തുടങ്ങിയവ. തേഫാഗ ചായ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. 1946-47 കാലത്താണ് തേഫാഗ സമരം നടന്നത്. ഭൂപ്രഭുക്കളായ ജോതോത്തന്മാർക്കെതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് 2ആയി ഭാഗിച്ച് ഒരു ഭാഗം ലോത്തോത്തർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവിന് മുന്നായി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേബാഗ ചായ്. മുന്നിൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വാണ്ട് ടു തേർഡ് ഷെയർ എന്നത്. തേബാഗ ചായ് എന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരം തേബാഗ സമരം. തേബാഗ സമരം എന്താ? അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് തേബാഗ സമരം. 1946-47 നടന്നത്. ലക്ഷ്യം ഭൂപ്രഭുക്കളായ ജോതോത്തന്മാർക്കെതിരെയുള്ള സമരം. ആവശ്യം വിളവ് 2ആയി ഭാഗിച്ച് ഒരു ഭാഗം ജോതോത്തന്മാർക്ക് നൽകുന്ന രീതിക്ക് പകരം വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം കർഷകർക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമരത്തിലെ മുദ്രാവാക്യം തേബാഗ ചായ് എന്ന് വെച്ചാൽ മുന്നിൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വാണ്ട് ടു തേർഡ് ഷെയർ. സംഘടിതരാവുന്ന തൊഴിലാളികൾ. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം. IITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. 2ാം ലോകയുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പിത്തപ്പാൽ തൊഴിലാളികളുടെ പണിമുടക്കു സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946ൽ റോയൽ ഇന്ത്യൻ നേവിയുടെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. സംഘടിതരാവുന്ന തൊഴിലാളികൾ.
അത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ കൂലിയായിരുന്നു, കൂടുതൽ ജോലി സമയം വേണമായിരുന്നു, സ്ത്രീ ബാല അതായത് സ്ത്രീകൾക്ക് നേരിട്ട് ചൂഷണങ്ങളും വളരെ കൂടുതലായിരുന്നു. അതിനെ തുടർന്ന് തൊഴിലാളി സംഘടനകൾ കൊണ്ടു. ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. രണ്ടാം ലോകയുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ, കമ്പിത്താപ്പാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവി കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘത്തിലാണ് അവസാനിച്ചത്. അപ്പോൾ റോയൽ ഇന്ത്യൻ നേവി എന്നാണ് 1946 നടന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും നേരിട്ട പ്രശ്നങ്ങളും അതിനെതിരെയുള്ള അവരുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ പ്രസന്റേഷൻ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നാവിക കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം RIN കലാപം എന്നറിയപ്പെടുന്നു. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് അടിച്ചമർത്തിയത്. നാവിക കലാപം നടന്ന വർഷം 1946. നാവികകലാപം നടന്ന വർഷം 1946. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യത്തിൻ്റെ പേര് റോയൽ ഇന്ത്യൻ നേവി. റോയൽ ഇന്ത്യൻ നേവി. സംഭവം 1940 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തിയ കലാപം. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തിയ കലാപം. തുടക്കം 1946 ഫെബ്രുവരി 18 മുംബൈയിലെ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ചു. 1946 ഫെബ്രുവരി 18 മുംബൈയിലെ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ചു. RIN കലാപം എന്നറിയപ്പെടുന്നത് RIN കലാപം. അറിയപ്പെടുന്നത് RIN കലാപം. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം അറിയപ്പെടുന്നത് RIN കലാപം. മുന്നേറ്റം. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് അടിച്ചമർത്തത്. അടുത്തതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. അതിനായി സർ സ്റ്റഫോർഡ് ക്ലിപ്പ് ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്ലിപ്പ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന ബഹുജന സമരത്തിന് തുടക്കമായി. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ ഞങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രരാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോക യുദ്ധത്തിന് ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായിട്ട് മാറി. ഇന്ത്യയിൽ നേതാക്കന്മാരുടെ ചർച്ചകളെ അനുനയിപ്പിക്കാൻ സ്റ്റഫോർഡ് ക്ലിപ്പ് വന്നു. ഞാനൊരു നോട്ടായിട്ട് ഇടാട്ടോ. വൈസ്രോയിമാരുടെ നോട്ട് ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. PSC ആവശ്യമുള്ള ആൾക്കാർ PSCക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇടുവേ. അപ്പം അത് നോക്കാട്ടോ. അത് 22 പേരുണ്ട്. അപ്പം ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇടാം. അപ്പം ഇതിലേക്ക് കിടക്കാം. ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ നേതാക്കന്മാരെ ചർച്ചയിൽ അനുനയിക്കുന്നതിന് സർ സ്റ്റഫോർഡ് ക്ലിപ്പ്
ഇന്ത്യയിലെത്തി. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. അത് എന്നാ സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെ പലരും ജയിലിലായിട്ടും സമരം മുന്നോട്ട് തന്നെ പോയി. പങ്കാളിത്തം: വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ആക്രമണം: പോസ്റ്റ് ഓഫീസുകൾ, കമ്പിത്തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഒളിവിലായ നേതാക്കളാണ് ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ അസഫ് അലി, സുചേത കൃപാലിനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്തത് കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. സമരം അക്രമത്തിലേക്ക് എത്തിയപ്പോഴേക്കും അക്രമങ്ങളെ ആലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ നിരാഹാരം ആരംഭിച്ചത് 21 ദിവസമായിരുന്നു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാരവ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. അവിടങ്ങളിലൊക്കെ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ആദ്യമായിട്ട് മോചിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആദ്യത്തേതാണ് ബല്ലിയ. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചീട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത്തേതായിരുന്നു സത്താറ. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലനിന്നു. അടുത്തതായിരുന്നു താംലൂക്ക്. ബംഗാളിലെ താലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിക്കുകയും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഏതൊക്കെയാണ് ആദ്യത്തേത് സത്താറ, ബല്ലിയ, താംലൂക്ക്. അങ്ങനെ 3 എണ്ണമായിരുന്നേ. ക്വിറ്റ് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഏതൊക്കെയാ? ബല്ലിയ, സത്താറ, താംലൂക്ക്. സ്വാതന്ത്ര്യമെന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രാധാന്യം. അധികാര കൈമാറ്റം അനിവാര്യമായി. തുടർന്നുള്ള സംഭവവികാസങ്ങൾ ഇക്കാരണങ്ങൾ അടിവരയിട്ടു. ക്വിറ്റ് ഇന്ത്യ സമരം മുൻ സമരങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്തു നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലാക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. ഗാന്ധിജിനെ കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ഒക്കെ, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അങ്ങനെയുള്ള നോട്ട്സൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ഓരോരുത്തരുടെ ഇതായിട്ട് തരാം കേട്ടോ. ഇതിപ്പം SCERT മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലാതെ നോട്ട്സ് ആയിട്ട് തരാം. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് എന്താ പറഞ്ഞേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു രാഷ്ട്രപിതാവേ. ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിരുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി വേറിട്ട വഴികൾ നോക്കിയായിരുന്നു. അതിൽ തുടർന്ന് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം തുടങ്ങിയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലാക്ക്. ഏതാണ്? ഫോർവേഡ് ബ്ലാക്ക്.
ഇന്ത്യൻ നാഷണൽ ആർമി (INA). ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INA-യുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INA-യുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളായിരുന്നു. INA-യിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൾ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. INA എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആരംഭിച്ച പാർട്ടിയാണ് INA. അതിന് മുൻകൈ എടുത്തത് ഇതാണെങ്കിലും പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് അത് ഏറ്റെടുക്കുകയായിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA നേതൃത്വം ഏറ്റെടുത്തു. INA-യെ പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യസമരത്തിന്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ NIA-ക്ക് കഴിഞ്ഞു. രണ്ടാം ലോകയുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രേം സാഗർ, കേണൽ GS ദിൽപൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവർ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണവേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല, ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു NIA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭങ്ങൾ. അപ്പം സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ട് ലക്ഷ്യം നേടുന്നതിനായിട്ട് വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ INA ജനങ്ങളിൽ ആവേശം സൃഷ്ടിച്ചിരുന്നു. അതിൽ വനിതാ പങ്കാളിത്തം നൽകിയത് INA-യുടെ പ്രവർത്തനം റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിലാണ് വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്നത്. നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. INA-യിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൾ ഖാദർ. അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. അതുകൊണ്ട് മലയാളി രക്തസാക്ഷി, INA-യുടെ മലയാളി രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. INA ഭടന്മാരുടെ വിചാരണ കാലത്ത് രണ്ടാം ലോകയുദ്ധം അവസാനിച്ച് ബ്രിട്ടീഷുകാർ പിടികൂടി INA ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. വിചാരണ ചെയ്യപ്പെട്ടവരാരൊക്കെയായിരുന്നു? കേണൽ പ്രേം സാഗർ, കേണൽ GS ദിൽപൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവർ ആയിരുന്നു. അവർ ദേശദ്രോഹികളല്ല, ദേശാഭിമാനികളാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോകയുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിനുണ്ടായ മറ്റ് ചില സുപ്രധാന സംഭവങ്ങൾ ചുവടെ പറയുന്നവയായിരുന്നു. ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷനൊക്കെ ഭയങ്കര അത്യാവശ്യം, ഭയങ്കര LGSനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാട്ടോ ഈ ക്യാബിനറ്റ് മിഷനൊക്കെ. ഞാൻ അതിൻ്റെ ഇങ്ങനെ ക്യാബിനറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെറിയ ചെറിയ നോട്ടുകളായിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഒരു ഇച്ചിരി മീൻസ് ബൈ ഹാർട്ട് ചെയ്യണ്ടേ. ഇതൊക്കെ കേട്ടല്ല, ഇതിൻ്റെ അകത്തുള്ളതും നന്നായി അറിഞ്ഞിരിക്കണം. കാരണം എവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരു നമുക്ക് പോർഷൻ തന്നെ ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ക്യാബിനറ്റ് മിഷനൊക്കെ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം കേട്ടോ. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ സ്റ്റാഫോർഡ് ക്രിപ്പ്, പൃഥ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അധികാര കൈമാറ്റം നടക്കുന്നതുവരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യയ്ക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നടന്നതെന്ന് 1946 മാർച്ച് 24 ആട്ടോ ഡേറ്റ്. മാർച്ച് 24 1946 മാർച്ച് 24 ആട്ടോ ഡേറ്റ്.
അതിവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ക്യാബിനറ്റ് മിഷൻ നടന്നത് 1946 മാർച്ച് 24. അതിൽ പങ്കെടുത്ത അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സും പൃഥ്വിക് ലോറൻസും AV അലക്സാണ്ടറും. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്താ? അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ. അതിൽ ക്യാബിനറ്റ് മിഷൻ എന്നായിരുന്നു? 1946 മാർച്ച് 24 കേട്ടോ. 24 അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നിവയായിരുന്നു അവരുടെ പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പം ക്യാബിനറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സും പൃഥ്വിക് ലോറൻസും AV അലക്സാണ്ടറും. അടുത്തത് മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ജൂൺ 3 എന്നായിരുന്നു. 1947 ജൂൺ 3 അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി. രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു. അതാരാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യ സമരമായി. അപ്പം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നായിരുന്നു? 1946 മാർച്ച് 24. മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ജൂൺ 3. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സ്, പൃഥ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനം 1947 ജൂലൈ 18 വെള്ളിയാഴ്ച. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് 6 അനുമതിക്കായി ബില്ലുകൾ അടുക്കി വച്ചിരിക്കുന്നു. മേശയുടെ ഒരു വശത്ത് രാജാവിൻ്റെ പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്ത് പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയും സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് അംഗസംഘവും അവിടെ എത്തിയിരുന്നു. പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. രാജാവിൻ്റെ പ്രതിനിധി മറുപടി നൽകി: ലെ റോയൽ വെനോൾട്ട്. രാജാവ് അത് അംഗീകരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുക്കുന്നു: ദ ഫെലിക്സ് സ്റ്റോവ് പിയർ ബിൽ. രാജാവ് പ്രതിനിധി: ലെ റോയൽ വിനോൾട്ട്. പാർലമെൻറ്റിൻ്റെ പ്രതിനിധി മറ്റൊരു ബില്ല് കയ്യിലെടുത്തു: ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ. ലെ റോയൽ വിനോൾട്ട്. ഹാളിൽ രാജപ്രതിനിധിയുടെ ശബ്ദം മുഴങ്ങി: ഇന്ത്യ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനത്തെ ദിവസം 1947 ജൂലൈ 18 വെള്ളിയാഴ്ച. ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച പ്രധാന മൂല്യങ്ങളായിരുന്നു അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ. രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും പങ്കാളികളാകേണ്ടത്. ഇത്രയാണ് ഈ ചാപ്റ്റർ. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് 3 പാർട്ടായിട്ട് ഇടുന്നത്.
എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വൈസ്രോയിമാരെ, ക്യാബിനറ്റ് മിഷൻ, റിവോൾട്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഇതായിട്ട് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു നോട്ട്സായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതും നല്ലതാണ് നമുക്ക്. പക്ഷേ എല്ലാം ഞാൻ പിന്നെയും എടുത്തു പറയുന്നു, എല്ലാ PSC സ്റ്റുഡൻസും SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരിക്കണം. സിലബസ് അനുസരിച്ച് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സിലബസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുമ്പോഴേ ഇതൊക്കെ ഏത് സിലബസിൽ നിന്ന് വന്നു എന്നൊക്കെ നോക്കി അങ്ങനെ പഠിക്കണം. ഏത് ചാപ്റ്റർ, ഏത് SCRT ചാപ്റ്റർ ഇത് വന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്തിട്ട് ഇത് ഏത് SCRT ചാപ്റ്ററിൽ നിന്നാണ് വന്നേ, ആ ചാപ്റ്റർ എടുത്ത് നോക്കുക. ഏത് പോർഷനിൽ നിന്നാണ് വന്നേ എന്ന് നോക്കിയിട്ട് ആ പോർഷൻ എടുത്ത് പഠിക്കുക. SCRT ചാപ്റ്റർ അല്ലെങ്കിൽ വേറെ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ ഓരോരോ പോർഷൻസായിട്ട് കവർ ചെയ്ത് പോവുക. ഏത് പോർഷനിൽ നിന്നാണ് വന്നതെന്ന് നോക്കി അങ്ങനെ. അപ്പോൾ ആ ഒരു പോർഷൻ കവറായി പോവുക. നമ്മൾ സിലബസ് വെച്ച് പഠിക്കുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും. ഇങ്ങനെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത്. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നല്ലത്. ഒരുപാട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ തയ്യാറാക്കി ഇടാവേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചൊരു നോട്ട്സ് ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത് ഞാൻ. ഏറ്റവും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മൻസൂർ സലി സാറിൻ്റെ സൈറ്റുണ്ട്, ദ ത്രില്ലർ എന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് LGSൻ്റെ ഒക്കെ എല്ലാം കിടപ്പുണ്ട്. അതൊക്കെ എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് എല്ലാവരും നോക്കുക. അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്. എന്നിട്ട് അത് വെച്ച് എവിടെ നിന്നൊക്കെ വന്നു, ഏത് SCRT ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്ന് വെച്ചിട്ട് ആ ചാപ്റ്റർ പഠിക്കുക. ACRT ചാപ്റ്റർ അല്ലാതെ പുറത്തുനിന്ന് വന്നത് എവിടെ നിന്നാണെന്ന് നോക്കിയിട്ട് അങ്ങനെ പഠിക്കുക. ജോഗ്രഫി എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കി അങ്ങനെ പഠിക്കുക. കേരളം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കി അങ്ങനെ പഠിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കെപ്പോഴും ഗുണം ചെയ്യുന്നത് അങ്ങനത്തെ പഠിത്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെൻ്റെ ഒരു വ്യൂ ആണ്. എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കുഴപ്പങ്ങളും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ പറയണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു ഓൾ.